ശബരി എക്സ്പ്രസിൽ 70-കാരനെ ടി മർദ്ദിച്ചുവെന്ന് പരാതി. കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് മർദ്ദനമേറ്റത്. ട്രെയിനിൽ വലിച്ചിഴയ്ക്കുകയും മുഖത്തടിക്കുകയും ചെയ്തുവെന്ന് യാത്രക്കാരൻ ആരോപിച്ചു. ബോഗി മാറി കയറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. യാത്രക്കാർ ഇടപെട്ടതോടെയാണ് ടി.ആർ പിന്തിരിഞ്ഞത്. യു ഷൈജു ഷൈജു എന്താണ് സംഭവിച്ചത്? നിഷാദ്, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ശബരി എക്സ്പ്രസിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാവേലിക്കരയിൽ നിന്നാണ് 70-കാരനായ മനുഷ്യൻ കയറുന്നത്. അദ്ദേഹം സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരുന്നു. നമുക്കറിയാം, സാധാരണ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് പകൽ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ശബരി എക്സ്പ്രസിലെ 11, 12 ബോഗികൾ, ഈ ബോഗികളാണ് സ്ലീപ്പർ ക്ലാസ്സായി അനുവദിച്ചിട്ടുള്ളത്. സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുന്നവർ ഇതിൽ കയറണം എന്നൊരു നിബന്ധനയുണ്ടത്രേ. പക്ഷേ ഇദ്ദേഹം കയറിയത് 10-ലാണ്, അതായത് S10-ലാണ് ഇദ്ദേഹം പ്രവേശിച്ചത്, 11-ലല്ല. ഇത് ചോദ്യം ചെയ്യാൻ, അതായത് ടിക്കറ്റ് പരിശോധിക്കാൻ വന്ന ടി ഇത് ചോദ്യം ചെയ്തു. ഇത് ചോദ്യം ചെയ്യുമ്പോഴേക്കും വണ്ടി ചങ്ങനാശ്ശേരിയിൽ എത്തിയിരുന്നു. ഈ സമയത്ത് ഈ യാത്രക്കാരൻ നേരെ മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു ടി എന്നാണ് യാത്രക്കാർ പറയുന്നത്. അദ്ദേഹത്തെ മർദ്ദിക്കേണ്ട ആവശ്യമില്ലെന്നും കാര്യം ചോദിച്ചാൽ മതിയെന്നും, കാര്യം പറഞ്ഞ് തൊട്ടടുത്ത ബോഗിയിലേക്ക് വിട്ടാൽ പോരെ, മറ്റൊരു ഇല്ലീഗലും അദ്ദേഹം നടത്തിയിട്ടില്ലല്ലോ എന്ന ഒരു വാദം യാത്രക്കാർ ഉയർത്തിയോടെയാണ് ടി പിന്മാറി. ഏതായാലും ഈ വയോവൃദ്ധനെ മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ടി എത്തുന്നതെന്നാണ് നമ്മൾ ഇതുവരെയും പല സന്ദർഭങ്ങളിൽ കേട്ട വാർത്ത. ടിയെ മർദ്ദിക്കുന്ന യാത്രക്കാർ എന്നായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ടി യാത്രക്കാരനെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു എന്നാണ്. മാവേലിക്കരയിൽ നിന്ന് കയറി ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോഴേക്കും ടിക്കറ്റ് പരിശോധനയ്ക്ക് എത്തിയ ടി ആ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അദ്ദേഹം സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കയറേണ്ട ബോഗിയിലല്ല, തൊട്ടടുത്ത ബോഗിയിലാണ്. എന്നാൽ ഈ ഇദ്ദേഹം കയറിയ S10 ഒക്കെ തന്നെയും സ്ലീപ്പർ ക്ലാസ് ബോഗികളാണ്. പക്ഷെ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തവർക്ക് കയറാനുള്ള 2 ബോഗികൾ, അത് 11, 12-ആണ്. അതുകൊണ്ട് അതിൽ കയറിയില്ല എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് എന്നാണ് യാത്രക്കാർ പറയുന്നത്. യാത്രക്കാരാണ് പല ആളുകളുമായി നമ്മൾ ശ്രീമതി നിഷ സോണി, ആ വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. നിഷ, എന്താണ് അവിടെ സംഭവിച്ചത്? ബോഗി മാറി കയറിയതായിരുന്നേ. അപ്പൊ ആ പുള്ളി പറഞ്ഞിട്ട് എന്തോ സംസാരം ഉണ്ടായത് ഞാൻ കണ്ടില്ല. പക്ഷെ അതിന് ആ പുള്ളിയെ പിടിച്ച് വലിക്കുന്നതും ആ പുള്ളിക്ക് അടി കൊടുക്കുന്നതൊക്കെയാണ് പിന്നെ കണ്ടത്. ആരാ ഈ ഹലോ, ഈ ടി അടിക്കുന്നതാണ് കണ്ടത്? ടി ആ പുള്ളിയെ പിടിച്ച് വലിച്ചിട്ട് എന്റെ കോച്ചിൽ നിന്ന് ഇറങ്ങി വേറെ കോച്ച് പോണം, എന്റെ കോച്ചിൽ ഇരിക്കാൻ പല എന്ന് പറഞ്ഞിട്ട് ആ പക്ഷിയെ പിടിച്ച് വലിക്കുന്നതോ അതിനെ അടിക്കുന്നതോ ഒക്കെയാ കണ്ടത്. പിന്നെ നിങ്ങളൊക്കെ ഇടപെട്ടപ്പോ ടി പിന്നെ പിന്മാറി? പിന്നെ പുള്ളി അവിടെ കണ്ടില്ലേ, അപ്പോഴേ പുള്ളി അവിടെ നിന്ന് പോയി. എല്ലാരും കൂടെ ഇടപെട്ടപ്പോഴത്തേക്ക് പുള്ളി അവിടെ നിന്ന് പോയി. ഈ ടിക്കറ്റ് മാറി കയറിയ കക്ഷി നല്ല പ്രായമുള്ള ആളായിരുന്നോ? 70 വയസ്സുള്ളൊരു അമ്മാവനായിരുന്നു. ഓ, അപ്പോൾ ഒരു പ്രകോപനം ഇല്ലാതെ ഈ ഒറ്റ കാരണം പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു? അതെ. യെസ്, താങ്ക് യു നിഷ പ്രതികരിച്ചതിന്. എന്തായാലും ഈ ട്രെയിനിൽ ടിക്കറ്റ് ബോഗി മാറിക്കയറിയതിന് 70-കാരനെ മർദ്ദിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിൻ്റെ വിശദാംശമാണ് യു ഷൈജു നൽകിയത്.